നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൂഡ് ഓയിൽ കണ്ടെത്തിയ ശേഷമാണ് ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം സമ്പന്നരായത്. മറ്റു പല രാജ്യങ്ങളും ഉന്നതിയിലേക്ക് കുതിച്ചത് പ്രകൃതി വിഭവങ്ങളുടെ കരുത്തിലായിരുന്നു. ഇതര രാജ്യങ്ങളിലെ പ്രകൃതി വിഭവം പിടിച്ചെടുക്കാൻ സൈനിക നീക്കങ്ങൾ നടന്ന ചരിത്രവും ഏറെയാണ്. എന്നാൽ പ്രകൃതി വിഭവങ്ങളാൽ നിറഞ്ഞ ഒരു ഭൂപ്രദേശം പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ്. മറ്റു രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് അവർ. അഫ്ഗാനിസ്ഥാന്റെ കാര്യമാണ് വിവരിക്കുന്നത്. യഥേഷ്ടം പ്രകൃതി വിഭവമുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ദശാബ്ദങ്ങളോളം സംഘർഷഭരിതമായ ഈ രാജ്യം ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ സമാധാന പാതയിലെത്തിയിട്ട്. പണം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്ന വഴി പ്രകൃതി വിഭവങ്ങളുടെ വിൽപ്പനയാണ്. ഇവിടെയാണ് കളി മാറ്റാൻ വൻ ശക്തികൾ നോട്ടമെടുത്തത്. മാണിക്യം, മരതകം, മാർബിൾ എന്നിവയ്ക്ക് പുറമെ യഥേഷ്ടം സ്വർണവും ലിഥിയവും അഫ്ഗാന്റെ മണ്ണിലുണ്ട്. IT യുഗത്തിൽ വളരെ നിർണായകമാണ് ലിഥിയത്തിന്റെ സാന്നിധ്യം. ബാറ്ററികളും ചിപ്പുകളും നിർമ്മിക്കുന്നവയിൽ ഇത് പ്രധാനമാണ്. ഇവ ഖനനം ചെയ്ത് കയറ്റുമതി ചെയ്യാൻ സാധിച്ചാൽ അഫ്ഗാനിസ്ഥാൻ സമ്പന്നമായി മാറും. $1,00,000 കോടി പ്രകൃതി വിഭവം അഫ്ഗാനിസ്ഥാനിലെ മലമടക്കുകളിൽ ഉണ്ടെന്നാണ് അമേരിക്കയും UN പറയുന്നത്. 2010-ലും 2013-ലും അമേരിക്ക ഇക്കാര്യം വിശദമായി മനസ്സിലാക്കി ഔദ്യോഗിക രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അഫ്ഗാന്റെ പുതിയ ഭരണാധികാരികളായ താലിബാൻ സർക്കാർ ഖനനം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അവർ 200ഓളം കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടത്രേ. അഫ്ഗാനിസ്ഥാൻ സ്വയം പര്യാപ്തത നേടണമെന്നാണ് ഖനന മന്ത്രാലയത്തിന്റെ വക്താവ് ഹുമയൂൺ അഫ്ഗാൻ പറയുന്നത്. വിദഗ്ധരും അടിസ്ഥാന സൗകര്യവും തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകരെ ക്ഷണിക്കുകയാണ്. അഫ്ഗാന്റെ വിഭവങ്ങൾ ഖനനം ചെയ്ത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഹുമയൂൺ അഫ്ഗാൻ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. 10 വർഷത്തോളം സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തിന് ഇരയായിരുന്നു അഫ്ഗാൻ. ഇവർ പിന്തിരിഞ്ഞതിന് പിന്നാലെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. തൊട്ടു പിന്നാലെയാണ് 1996-ൽ താലിബാൻ അധികാരത്തിലെത്തിയത്. 2001-ൽ അമേരിക്ക അധിനിവേശം തുടങ്ങി. 2021-ൽ അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതോടെ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തി. ഇതിനുശേഷം വരുമാനം കണ്ടെത്താൻ ഖനനം വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പണം ലഭിക്കാൻ ഒട്ടേറെ ചെറിയ ഖനികൾ സർക്കാർ ലേലം ചെയ്തിട്ടുണ്ട്. എന്നാൽ എവിടെയും കാര്യമായ ഖനനം ആരംഭിച്ചിട്ടില്ല. നേരിയ വർധനവ് മാത്രമാണ് ഖനന മേഖലയിൽ സംഭവിച്ചതെന്ന് ലോകബാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പായാൽ ഒട്ടേറെ രാജ്യങ്ങൾ അഫ്ഗാനിൽ നിക്ഷേപത്തിന് തയ്യാറാകും. സുരക്ഷ ഉറപ്പാക്കുകയാണ് താലിബാൻ സർക്കാരിന്റെ പ്രാഥമിക ചുമതല. അഫ്ഗാൻ സർക്കാരുമായി പല രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമില്ല എന്നതാണ് വെല്ലുവിളി. ഇറാൻ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ബന്ധം. ചൈനയുടെ MCC കമ്പനിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഖനനത്തിന് കൂടുതൽ പണം മുടക്കുന്നത്. ലോകത്തെ 2ാമത്തെ ചെമ്പ് ഖനി കാബൂളിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ ചൈന ഖനനം തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണ ഖനനത്തിനും ചൈനീസ് കമ്പനികളാണ് വന്നിട്ടുള്ളതെന്നും ഹുമയൂൺ അഫ്ഗാൻ പറയുന്നു.